ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ എഫേസ് ലേഖന പഠന പരമ്പരയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എഫേസ് ലേഖനം 4-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ ആ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. ഇപ്പോൾ നമ്മൾ അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് നാം നിൽക്കുന്നത്. കഴിഞ്ഞ ചില 2 ആഴ്ചകളിലായിട്ട് ആ വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ കൂടെ ആ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പം ഇവിടെ അതിൻ്റെ 4-ാം വാക്യത്തിൽ 3 കാര്യങ്ങൾ അത് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. നമ്മെ വിളിച്ചപ്പോൾ ഏക ശരീരമായിട്ടാണ് വിളിച്ചത് എന്നും ആ ഏക ആത്മാവാണ് നമ്മിൽ പ്രവർത്തിക്കുന്നത് എന്നും ഏക പ്രത്യാശയ്ക്കായിട്ടാണ് നമ്മെ വിളിച്ചത് എന്നും നമ്മൾ വായിച്ചു, പഠിച്ചു. ഇനി അടുത്തത് 5-ാം അധ്യായത്തിൻ്റെ ആദ്യം പറയുന്നു, നമ്മെ വിളിച്ചപ്പോൾ കർത്താവ് ഒരുവൻ. അപ്പം നമ്മെ വിളിച്ചപ്പോൾ വിളിക്കപ്പെട്ടവർ അനേകരാണ്. നമുക്കറിയാം, ലോകം മുഴുവൻ ഒത്തിരി സഭകളുണ്ട്. ആ സഭകളിൽ അംഗങ്ങളായിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പം ഈ സഭകളിലേക്കൊക്കെ ദൈവം വിളിച്ചു ചേർത്ത അനേക ദൈവമക്കളുണ്ട്. അങ്ങനെ വിളിക്കപ്പെട്ടവർ അനേകരായിരിക്കുമ്പോൾ തന്നെ ഈ വിളിക്കപ്പെട്ട എല്ലാവർക്കും കർത്താവ് ഒരുവനാണ്. അനേക കർത്താക്കന്മാർ നമുക്ക് ഇല്ല. ഒരു കർത്താവ്, ഏക കർത്താവ് മാത്രമേ നമുക്കുള്ളൂ എന്നാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. എന്താണ് കർത്താവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? കൂരിയോസ് എന്നുള്ള ആ വാക്ക്, അതിന് എന്താണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥമെന്ന് പറയുന്നത് ലോർഡ് അല്ലെങ്കിൽ മാസ്റ്റർ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം എന്ന് വെച്ചാൽ ലോർഡ്ഷിപ്പ് നടത്തുന്നവൻ, ദ വൺ ഹൂ ഈസ് എക്സിക്യൂട്ടിംഗ് ലോർഡ്ഷിപ്പ് നടത്തുന്നവൻ, കർത്തൃത്വം നടത്തുന്നവൻ അല്ലെങ്കിൽ അധികാരം നടത്തുന്നവൻ എന്നാണ് ആ പദത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള അർത്ഥം. അപ്പം ദൈവസഭയ്ക്കകത്ത് എല്ലാ വിശ്വാസികളുടെയും മേൽ അധികാരം നടത്തുന്നത് ഒരുവനാണ്. ഒരു കർത്താവ് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ വാക്യം നമ്മോട് പറയുന്നത്. അതായത് ഓരോ സഭകളിലും വ്യത്യസ്ത അധികാരങ്ങളല്ല ഉള്ളത്. ഓരോ സഭയിലെ ഓരോ വ്യക്തികളിലും വ്യത്യസ്ത അധികാരങ്ങളല്ല ഉള്ളത്. എന്ന് വെച്ചാൽ ഓരോ സഭകളും വ്യത്യസ്ത അധികാരങ്ങളാണ് അവർക്കുള്ളതെങ്കിൽ അവർക്ക് വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത വഴികളിലൂടെ പോകാനായിട്ട് കഴിയും. ഒരു സഭയ്ക്കകത്ത് വ്യത്യസ്ത അധികാരങ്ങളാണ് ഉള്ളതെങ്കിൽ ആ ഓരോ അംഗങ്ങൾക്കും അവരവരുടെ വ്യത്യസ്ത വഴികളിലൂടെ പോകാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെയല്ല ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ സഭകൾക്കകത്തും അല്ലെങ്കിൽ എല്ലാ സഭകളുടെയും കർത്താവ്, സഭകളിലെ എല്ലാ ദൈവമക്കളുടെയും കർത്താവ് ഒരുവൻ മാത്രമാണ്, ഏക കർത്താവ് മാത്രമാണ് എന്നാണ് ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അവിടെ അങ്ങനെ വരുമ്പോൾ
നമ്മൾ മനസ്സിലാക്കുന്നത് സഭയ്ക്കകത്ത് നടക്കേണ്ടത് മാനുഷിക അധികാരങ്ങളോ മാനുഷിക തീരുമാനങ്ങളോ അല്ല. സഭയ്ക്കകത്ത് നടക്കേണ്ടത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ, നമ്മുടെ കർത്താവ് ആരാണോ അവൻ്റെ അധികാരം, അവൻ്റെ തീരുമാനമാണ് എവിടെ നടക്കേണ്ടത്, സഭയ്ക്കകത്ത് നടക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇത് പലപ്പോഴും മറക്കുന്നത് കൊണ്ടാണ് സഭകൾക്കകത്ത് പല വിഷയങ്ങളും ഉണ്ടായി വരുന്നത്. മറക്കരുത്. അപ്പോൾ ദൈവസഭകളെല്ലാം ആ കർത്താവിൻ്റെ ഏക അധികാരത്തിന് കീഴിലായിരിക്കുന്നു എങ്കിൽ സഭകൾക്ക് ഉള്ളിലോ സഭകൾ തമ്മിലോ ഒരു പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഉണ്ടാവുകയില്ല എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. സഭകൾക്കകത്ത് വിഷയങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ, സഭകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ ഏക കാരണമെന്ന് പറയുന്നത് ആ വ്യക്തികൾ, ആ സഭകൾ ഏക കർത്താവിൻ്റെ അധികാരത്തിന് കീഴ്പ്പെടുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഏക കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു, നമ്മെ വിളിച്ചപ്പോൾ നമുക്ക് ഏക കർത്താവ് മാത്രമാണ്, ഏക അധികാരത്തിന് കീഴിലേക്കാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഓരോ സഭകളിലും ദൈവം ശുശ്രൂഷകന്മാരെ ആക്കിയിട്ടില്ല. ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എഫേസ്യ ലേഖനം തന്നെ അടുത്ത വാക്യങ്ങളിലേക്ക്, 4-ാം അധ്യായത്തിൻ്റെ താഴേക്കുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സഭയിലെ 4 വിധ ശുശ്രൂഷകന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ആ ശുശ്രൂഷകരെ ആക്കിയിരിക്കുന്നത് എന്തിനാണ്? ആ കർത്താവിൻ്റെ അധികാരത്തിന് കീഴിൽ സഭയെ നിലനിർത്താനായിട്ടാണ് ഈ ശുശ്രൂഷകന്മാരെ ആക്കിയിരിക്കുന്നത്. അല്ലാതെ അവരുടെ സ്വന്തം അധികാരം സഭയുടെ മേൽ പ്രയോഗിക്കുവാനായിട്ടല്ല എന്നുള്ളത് നമ്മൾ മറക്കരുത്. നമ്മൾ അവിടെ വരുമ്പോൾ, ആ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ ഭാഗം വിശദമായിട്ട് ചർച്ച ചെയ്യും. അപ്പം എന്താണെങ്കിലും മറക്കരുത്, എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, നമ്മെ വിളിച്ചപ്പോൾ നമുക്ക് ഏക കർത്താവ് മാത്രമാണുള്ളത്. അപ്പം ആരാണ് ആ കർത്താവ് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ആ കർത്താവിൻ്റെ അല്ലെങ്കിൽ ആരാണ് ആ കർത്താവ്? ആ കർത്താവിനെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് തിരുനാളിൻ്റെ അന്ന് പത്രോസ് എഴുന്നേറ്റ് നിന്ന് അവിടെ കൂടി വന്ന ജനത്തോട് പ്രസംഗിക്കുകയാണ്. അപ്പം ആ പ്രസംഗത്തിൽ വാസ്തവത്തിൽ അവിടെയാണ് സഭയുടെ ആരംഭം, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ സഭയുടെ ഒരു സ്റ്റാർട്ടിങ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരർത്ഥത്തിൽ. അത് അവിടെയാണ് സംഭവിക്കുന്നത്. അപ്പം അവിടെ, അല്ലെങ്കിൽ സഭ എന്താണ്, സഭയുടെ ആദ്യത്തെ പ്രസംഗം നടക്കുന്നത് അവിടെയാണ്. ആ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പൗലോസ് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. സഭയുടെ കർത്താവ് ആരാണെന്ന് ആ വാക്യത്തിൽ പത്രോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വച്ചു. അപ്പോൾ സഭയുടെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പത്രോസ് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ. അപ്പം അതവിടെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുക. എന്താ? നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ. എന്താ അങ്ങനെ പറയാൻ കാരണം?
യേശു എന്നുള്ള പേര് അന്നത്തെ കാലത്തൊരു കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ളൊരു പേരാണ്. എന്നാൽ യേശു എന്ന് മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിദ്ധാരണ വരുമെന്നുള്ളത് കൊണ്ട് പത്രോസ് സ്പെസിഫിക് ആയിട്ട് വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം ആരാക്കി വച്ചു? കർത്താവാക്കി വച്ചു. അപ്പോൾ സഭയുടെ കർത്താവ്, സഭയ്ക്കുള്ള ഏക കർത്താവ് ആരാണ്? യേശുവാണ് സഭയ്ക്കുള്ള ഏക കർത്താവ് എന്ന് നമ്മൾ മറക്കരുത്. അപ്പോൾ സഭ യേശുവിൻ്റെ അധികാരത്തിന് കീഴിൽ, യേശുവിൻ്റെ ഭരണത്തിന് കീഴിലായിരിക്കണം സഭ ആയിരിക്കേണ്ടത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പം അവനെ കർത്താവാക്കി വച്ചത് ദൈവമാണ്, പിതാവായ ദൈവമാണ് എന്ന് ആ വാക്യം നമ്മളോട് പറയുകയാണ്. നമ്മളൊരിക്കലും മറക്കരുത്. അപ്പം സഭയുടെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പത്രോസ് വ്യക്തമാക്കുന്നു, സഭയുടെ കർത്താവ് ആരാണ്? യേശുവാണ് എന്ന് താൻ വ്യക്തമാക്കുകയാണ്. ഇനി മുൻപോട്ട് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 10-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഇങ്ങനെയാണ്, അതും പത്രോസ് തന്നെയാണ് പറയുന്നത്. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ താൻ വിജാതിയരുടെ ഇടയിൽ ആദ്യമായിട്ട് പ്രസംഗിക്കപ്പെടുന്ന സന്ദേശമാണത്. ആ സന്ദേശത്തിൽ താൻ പറയുന്ന കാര്യം ഇതാണ്, അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. അപ്പം വിജാതിയരുടെ ഇടയിലെ ആദ്യത്തെ പ്രസംഗത്തിൽ ഇതേ പത്രോസ് പറയുകയാണ്, യേശു എല്ലാവരുടെയും കർത്താവാണ്. നോക്കൂ, യഹൂദന്മാരോട് അല്ലെങ്കിൽ പെരുന്നാളിന് വന്ന ആ യഹൂദ മതവിശ്വാസികളോട് പ്രസംഗിച്ചപ്പോൾ 2-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ ക്രിസ്തുവിനെ, യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. അപ്പം അവരോടത് പറഞ്ഞു. അപ്പം ഇനി വായനക്കാരെ തെറ്റിദ്ധരിക്കരുത്, യേശു ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ മതാനുസാരികളുടെ മാത്രം കർത്താവാണ് എന്നാരും തെറ്റിദ്ധരിക്കാതിരിക്കാനായിട്ട് വിജാതിയരുടെ ഇടയിലെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പത്രോസ് പറഞ്ഞു, അവൻ എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം. അപ്പൊ യേശു ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ കർത്താവല്ല, അവൻ എല്ലാവരുടെയും കർത്താവാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവനാണ് എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. കാരണം ഈ മതങ്ങളൊന്നും ദൈവം ഉണ്ടാക്കിയതല്ല. ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്, മതങ്ങളെ അല്ല സൃഷ്ടിച്ചത്. അത് കഴിഞ്ഞ് ഈ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവരവർക്ക് തോന്നിയ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള മതങ്ങളാണ് ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നത് മുഴുവൻ. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ മതങ്ങളുടെ വേർതിരിവ് ഇല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ സകലരും മനുഷ്യരാണ്. സകലർക്കും കർത്താവ് ഒരുവൻ മാത്രം, ആര്? യേശു ക്രിസ്തു മാത്രം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഏത് മതത്തിലായിരുന്നാലും അതെനിക്ക് വിഷയമല്ല. നിങ്ങൾ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറേണ്ട ആവശ്യമില്ല. എന്നാൽ യേശുവിൻ്റെ അധികാരം നിങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രമാണമാണത്. ദൈവം ആരോടും മതം മാറാനായിട്ട് ആവശ്യപ്പെടുന്നില്ല. നിങ്ങളൊരു ഹിന്ദു മതവിശ്വാസിയാണോ? അതിനകത്ത് ദൈവത്തിന് പ്രശ്നമില്ല. നിങ്ങളൊരു ഇസ്ലാം മതവിശ്വാസിയാണോ? അതിനകത്ത് ദൈവത്തിന് പ്രശ്നമില്ല. നിങ്ങളൊരു യഹൂദ മതവിശ്വാസിയാണോ? ദൈവത്തിന് പ്രശ്നമില്ല. ബുദ്ധമതത്തിലോ ജൈനമതത്തിലോ ക്രിസ്തു മതത്തിലോ ഏത് മതത്തിലാണ് നിങ്ങൾ എന്നുള്ളത് ദൈവം നോക്കുന്നില്ല. ദൈവം നിങ്ങളായിരിക്കുന്ന ഒരു മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് മാറാൻ ദൈവം ആവശ്യപ്പെടുന്നില്ല. എന്നാൽ നിങ്ങൾ ഏത് മതത്തിലാണെങ്കിലും ദൈവം ആവശ്യപ്പെടുന്നത് ഇതാണ്,
നിങ്ങളുടെ കർത്താവ്, നിങ്ങളിൽ അധികാരം നടത്തുന്നവൻ, നിങ്ങളെ നിയന്ത്രിക്കുന്നവൻ, നിങ്ങളെ നയിക്കുന്നവൻ അത് യേശു ആയിരിക്കണം. എന്ന് വെച്ചാൽ യേശുവിൻ്റെ വചനങ്ങൾക്കനുസരിച്ച്, യേശുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആയിരിക്കണം സകല മനുഷ്യരുടെയും ജീവിതം മുൻപോട്ട് പോകുന്നത്. അവരുടെ വിശ്വാസവും അവരുടെ പ്രായോഗിക ജീവിതവും അവർ നയിക്കേണ്ടത് യേശുവിൻ്റെ അധികാരത്തിന് കീഴിലായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറക്കരുത്. അപ്പം അതാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ പറയുന്നത്. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചു എന്ന്. അപ്പം യേശു ആരാണ്? യേശു എല്ലാവരുടെയും കർത്താവാണ്. യേശു എല്ലാവരുടെയും കർത്താവാണ്. ഇനി മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് വരാം. റോമാലേഖനം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ജീവിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നു എങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. ഇവിടെ എന്താ പറയുന്നത്? പൗലോസ് പറയുക, ജീവിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു. നോക്കിക്കേ, യേശുവിനെ ദൈവം കർത്താവാക്കി വെച്ചു. ആരുടെ കർത്താവ്? അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, സകലരുടെയും കർത്താവ്. അങ്ങനെ യേശു സകലരുടെയും കർത്താവാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: ജീവിക്കുന്നെങ്കിൽ നാം കർത്താവിനായി. ആരാണ് കർത്താവ്? യേശുവാണ് കർത്താവ്. അപ്പം യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാം ജീവിക്കുന്നെങ്കിൽ ഇനി യേശുവിനായിട്ടാണ് നാം ജീവിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ഈ യേശുവാണ് കർത്താവ് എന്നുള്ള ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത പ്രിയപ്പെട്ടവർ, അവർ ജീവിക്കുന്നത് ഒരുപക്ഷെ അവർ വിശ്വസിക്കുന്ന വിശ്വാസ സംഹിതകൾക്ക് വേണ്ടിയോ, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ, അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയോ, അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ആയിരിക്കും അവർ ജീവിക്കുന്നത്. എന്നാൽ when you realize that Jesus is your Lord, യേശുവാണ് നമ്മുടെ കർത്താവ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ആ ജീവിത രീതിക്ക് വ്യത്യാസം വരും. എന്താണ്? പിന്നെ നാം ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയായിരിക്കും. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അവിടെ വച്ച് തിരിയുകയാണ്. എങ്ങനെ തിരിയുന്നു? ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ ആർക്ക് വേണ്ടി ജീവിക്കും? എൻ്റെ കർത്താവായ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. ഇന്നലെ വരെ ഞാൻ ജീവിച്ചിരുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾക്കോ, എൻ്റെ സ്വന്തം സുഖസൗകര്യങ്ങൾക്കോ, എൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്കോ, ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്കോ ഒക്കെ വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന മതത്തിന് വേണ്ടിയോ, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന അവരുടെ ടീച്ചിങ്സിന് വേണ്ടിയോ ഒക്കെ ആയിരിക്കും ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് ഞാൻ അംഗീകരിച്ചു കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സാരമായ ഒരു രൂപാന്തരം, ഒരു മാറ്റമുണ്ടാകും. എന്താണ്? ഇന്നലെ ഞാൻ എന്തിനു വേണ്ടിയൊക്കെയാണോ ജീവിച്ചിരുന്നത് അത് മാറിയിട്ട് ഇന്നു മുതൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കാനായിട്ട് തുടങ്ങും. നോക്കിക്കേ, യേശു എൻ്റെ കർത്താവ് എന്ന് ഞാൻ പറയുമ്പോൾ അത് വെറുമൊരു അധരവ്യായാമമല്ല,
അതെൻ്റെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റം വരുത്തുന്നുണ്ട്. എന്താണ് മാറ്റം? യേശു എൻ്റെ കർത്താവാണെങ്കിൽ ഇനി ഞാൻ ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം യേശുവാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ നയിക്കുന്നത് യേശുവാണ്. ഞാൻ ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയാണ്. ഏതെങ്കിലും മതത്തിന് വേണ്ടിയല്ല, ക്രിസ്തു മതത്തിന് വേണ്ടിയല്ല, ഹിന്ദു മതത്തിന് വേണ്ടിയല്ല, ഇസ്ലാം മതത്തിന് വേണ്ടിയല്ല. ഞാൻ ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയാണ്. ഞാൻ ജീവിക്കുന്നത് ഏതെങ്കിലും സഭയ്ക്ക് വേണ്ടിയല്ല. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയോ, ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടിയോ, CSI സഭയ്ക്ക് വേണ്ടിയോ, മർത്തോമ സഭയ്ക്ക് വേണ്ടിയോ, ബ്രദറൻ സഭയ്ക്ക് വേണ്ടിയോ, IPCക്ക് വേണ്ടിയോ, AGക്ക് വേണ്ടിയോ, സാരോന് വേണ്ടിയോ അല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയാണ്. അപ്പം ജീവിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു. എന്നിട്ട് പറയുക, മരിക്കുന്നു എങ്കിൽ കർത്താവിനായി മരിക്കുന്നു. എന്നിട്ട് പറയുക, അതുകൊണ്ട് ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും നാം കർത്താവിനുള്ളവരാണ്. വി ബിലോങ്സ് ടു അവർ ലോർഡ്. നമുക്കൊരു ഉടമസ്ഥനുണ്ട്, നമുക്കൊരു യജമാനുണ്ട്. നാം നമ്മുടെ സ്വന്തമോ ഏതെങ്കിലും മതങ്ങളുടെ വകയോ ഏതെങ്കിലും ഇസങ്ങളുടെ വകയോ ഏതെങ്കിലും പാർട്ടികളുടെ വകയോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ വകയോ അല്ല. നാം ക്രിസ്തു മതത്തിൻ്റെ അല്ല. നാം IPCയുടെയോ AGയുടെയോ ബ്രദറിൻ്റെയോ CSIയുടെയോ കത്തോലിക്കയുടെയോ അല്ല. നാം ആരുടെയാണ്? യേശുവിൻ്റെയാണ്. ജീവിച്ചാലും മരിച്ചാലും വി ബിലോങ്സ് ടു അവർ ലോർഡ്. നാം നമ്മുടെ കർത്താവിനുള്ളവരാണ്. എന്നിട്ട് ഇവിടെ പറയുക, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത്. അപ്പോൾ നോക്കിക്കേ, നിങ്ങൾ ആ ഗ്രഡേഷൻ ഒന്ന് മനസ്സിലാക്കി വരണം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ യഹൂദ മതവിശ്വാസികളോട് പറഞ്ഞു യേശുവാണ് കർത്താവെന്ന്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ പറഞ്ഞു യേശു എല്ലാവരുടെയും കർത്താവാണ്. യഹൂദ മതാനുസാരികളുടെ മാത്രമല്ല, ഏത് മതത്തിലോ വിഭാഗത്തിലോ പെടുന്ന എല്ലാവരുടെയും കർത്താവാണ് യേശു. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും കർത്താവാണ്. എന്ന് വെച്ചാൽ അവൻ്റെ കർത്തൃത്വം ഒരു പ്രസൻറ്റൻസിൽ മാത്രമുള്ളതല്ല. ഹി വാസ് ലോർഡ് ഈവൺ ഇൻ ദ പാസ്റ്റ്. അവൻ തന്നെയായിരുന്നു മുൻപും അധികാരി, കർത്താവ്. അവൻ തന്നെയാണ് ഇപ്പോഴും കർത്താവ്. അവൻ തന്നെയാണ് നാളെയും കർത്താവ്. അവനൊരു പുതിയ കർത്താവായിട്ട് എഴുന്നേറ്റ് വന്നതല്ല. പലരും ചിന്തിക്കാറുണ്ട്, യേശു പലസ്തീനിൽ ജനിച്ചപ്പോഴാണ് അവൻ ആരംഭിച്ചതെന്ന്. അല്ല, അവൻ ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും അവൻ തന്നെയാണ് കർത്താവ്. അവൻ തന്നെയാണ് അധികാരി. അവൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. മറക്കരുത്. അപ്പം അവൻ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും കർത്താവാകേണ്ടതിനാണ് അവൻ മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. അവൻ മരിച്ചതിലൂടെ അവൻ മരിച്ചവർക്ക് കർത്താവായി തീർന്നു. ഉയർത്തതിലൂടെ ജീവനുള്ളവർക്കും കർത്താവാണ് എന്നവൻ വെളിപ്പെടുത്തി. നോക്കിക്കേ, അപ്പം ഈ ലോകത്തിലെ എത്ര മനുഷ്യർ ജീവിച്ചിരുന്നിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും കർത്താവ് യേശു മാത്രമാണ്. വെദർ ദേ ഹാവ് അക്സെപ്റ്റഡ് ഇറ്റ് ഓർ നോട്ട്, ദാറ്റ് ഇസ് അനദർ സ്റ്റോറി. അവർ അത് അംഗീകരിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ഭാഗം. എന്നാൽ ദ റിയാലിറ്റി ഈസ് ദിസ്: വേറൊരു കർത്താവ് ഇല്ലായിരുന്നു. നിങ്ങൾ അതിന്
അനുസരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഏക അധികാരത്തിന് നിങ്ങൾ കീഴ്പ്പെടാതെ മറ്റെന്തോ ഫേക്കായിട്ടുള്ള അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഐ ഇൻവൈറ്റ് യു ടു കം ബാക്ക് ടു ദാറ്റ് ഒറിജിനൽ അതോറിറ്റി. ഇന്ന് നിങ്ങൾ യേശു അല്ലാതെ മറ്റേതെങ്കിലും കപട അധികാരങ്ങൾക്ക്, ഫേക്കായിട്ടുള്ള അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ യഥാർത്ഥ അധികാരിയായ യേശുവിൻ്റെ അധികാരത്തിലേക്ക് മടങ്ങി വരാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കാരണം അവനല്ലാതെ മറ്റൊരു അധികാരിയില്ല. ഓക്കെ, ഇനി 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. അപ്പോൾ നോക്കിക്കേ, ഇവിടെ കൊരിന്തിലുള്ള സഭയോട് പൗലോസ് പറയാണ്, ഹീ ഈസ് അവർ ലോർഡ്, അവൻ നമ്മുടെ കർത്താവാണ്. യഹൂദ മതവിശ്വാസികളോട് പത്രോസ് പറഞ്ഞു, അവൻ നിങ്ങളുടെ കർത്താവാണ്. വിജാതീയനായ കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് പറഞ്ഞു, അവൻ സകലരുടെയും കർത്താവാണ്. റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, അവൻ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും കർത്താവാണ്. കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, അവൻ നമ്മുടെ കർത്താവാണ്, സഭയുടെ കർത്താവാണ്. പ്രിയമുള്ളവരെ, മറക്കരുത്, സഭയുടെ കർത്താവ് അത് യേശുവാണ്. സഭയ്ക്കകത്ത് നടക്കേണ്ടത് ഏതെങ്കിലും പാസ്റ്ററുടെയോ സെൻട്രൽ പാസ്റ്ററുടെയോ പ്രസിഡൻറ്റിൻ്റെയോ വൈദികൻ്റെയോ ബിഷപ്പിൻ്റെയോ കർദിനാളിൻ്റെയോ ഒന്നും അധികാരമല്ല സഭയ്ക്കകത്ത് നടക്കേണ്ടത്. യേശുവിൻ്റെ അധികാരമാണ്. കാരണം അവനാണ് സഭയുടെ കർത്താവ്. ഓക്കെ, ഞാൻ മുമ്പോട്ടേക്ക് പോകട്ടെ. അപ്പം അവൻ സഭയുടെയും കർത്താവാണ്. ഇനി 1-ാം അധ്യായത്തിൻ്റെ തന്നെ 13-ാം വാക്യത്തിൽ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? ആരാണ് ക്രിസ്തു? അവൻ നമ്മുടെ കർത്താവാണ്. അവൻ വിഭാഗിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ഏക കർത്താവേ ഉള്ളൂ. അപ്പം എന്താണ് ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, അതിൻ്റെ 11-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ, 1-ാം അധ്യായത്തിൻ്റെ 11 മുതൽ വായിക്കുമ്പോൾ അവിടെ പൗലോസ് ഒരു വിഷയം അവിടെ ചർച്ച ചെയ്യുക. എന്താ വിഷയം? സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോലും. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സഭയ്ക്കകത്ത് വിഭാഗീയത വരുമ്പോൾ അത് ക്രിസ്തുവിനെ വിഭജിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ക്രിസ്തു വിഭജിക്കപ്പെട്ടിട്ടില്ല, നമുക്ക് ഏക കർത്താവേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? എന്താണ് അതിൻ്റെ അർത്ഥം? സഭ ഐക്യതയിലായിരിക്കണം നിൽക്കേണ്ടത്. സഭയിൽ ഒരിക്കലും പക്ഷങ്ങളോ ഭിന്നതകളോ ഉണ്ടാക്കാനായിട്ട് പാടില്ല. സഭയ്ക്കകത്ത് ഭിന്നതകളും പക്ഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം സഭ, ദൈവമക്കൾ യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ടിട്ടില്ലെന്നാണ്. നിങ്ങൾ മറ്റേതൊക്കെയോ കർത്താക്കന്മാരുടെ പുറകെയാണ് പോകുന്നത്. നിങ്ങൾക്ക് യേശുവുമായിട്ട് ബന്ധമില്ല. സഭയുടെ രജിസ്റ്ററിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കും, നിങ്ങൾ സ്നാനപ്പെട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ സഭയുടെ മീറ്റിങ്ങുകളിലൊക്കെ റെഗുലറായിട്ട് പങ്കെടുക്കുന്നുണ്ടാകും, കമ്മിറ്റിയിലും അഡ്മിനിസ്ട്രേഷനിലും ഒക്കെ നിങ്ങളുണ്ടാകും. പക്ഷേ ഭിന്നത ഉണ്ടാക്കുന്നെങ്കിൽ യേശുവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ല. മറക്കരുത്.
കാരണം ക്രിസ്തുവിനെ വിഭജിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല. ക്രിസ്തു ഏക കർത്താവാണ്. അവനാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ വിഭാഗീയതകൾ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇനി ഒന്നുകൂടി ലേഖനം തന്നെ അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും പറയുന്നു, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അപ്പം നമ്മുടെ കർത്താവ് അത് യേശു ക്രിസ്തുവാണ്. അവൻ ഏക കർത്താവാണ്. ആ കർത്തൃത്വം അല്ലെങ്കിൽ ആ കർത്താവ് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അവൻ ഏകനാണ്. ഒന്നുകൂടി ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. ഞാൻ നേരത്തെ പറഞ്ഞു, സഭയിൽ ശുശ്രൂഷകന്മാരെ ആക്കി വച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? എഫെസ്യർ നമ്മൾ താഴേക്ക് പഠിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ തന്നെ നമ്മളതിവിടെ വരും. അവൻ സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ആക്കി വച്ചിരിക്കുന്നു. അപ്പോൾ സഭയിൽ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. അപ്പം വ്യത്യസ്ത ശുശ്രൂഷകരെ ആക്കി വച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം വ്യത്യസ്ത അധികാരങ്ങളുണ്ടെന്നല്ല. ശുശ്രൂഷകൾ വ്യത്യാസമുണ്ടെങ്കിലും കർത്താവ് ഒരുവൻ മാത്രമേ ഉള്ളൂ. കർത്താവ് ഒരുവൻ മാത്രമേ ഉള്ളൂ. അപ്പം ശുശ്രൂഷകന്മാർക്ക് അല്ലെങ്കിൽ സഭയിലെ അംഗങ്ങൾക്ക്, ശുശ്രൂഷകന്മാർക്ക് തങ്ങളുടെ വ്യക്തിപരമായ അധികാരം നടത്താൻ വേണ്ടിയല്ല ഈ ശുശ്രൂഷ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ശുശ്രൂഷ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ടത് കർത്താവ് ഒരുവൻ മാത്രമാണ്. കർത്താവ് ഒരുവൻ മാത്രമാണ്. മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. കർത്താവ് ഒരുവൻ മാത്രമാണ്. കർത്താവ് ഒരുവൻ മാത്രമാണ്. ശുശ്രൂഷകളിൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ദൈവം നമ്മെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു എന്നുള്ളത് ആ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ ആ സഭയിൽ നമ്മുടെ അധികാരം സ്ഥാപിക്കാനായിട്ടുള്ളതല്ല. പല പാസ്റ്റേഴ്സും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പാസ്റ്റർ ഞാനാണ്, അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നതനുസരിക്കണം. നോ, ഒരിക്കലും അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല. നിങ്ങൾ പറയേണ്ടത്, ദൈവം എന്നെ നിങ്ങളുടെ പാസ്റ്ററാക്കി വച്ചിരിക്കുന്നു, അതുകൊണ്ട് ദൈവം പറയുന്നത്, യേശു പറയുന്നത് നിങ്ങൾ അനുസരിക്കണമെന്നാണ് പ്രസംഗിക്കേണ്ടത്. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരിക്കലും ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചത് നമ്മുടെ അധികാരം വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കാനല്ല. അങ്ങനെ ആയിരിക്കരുത്. അവരെ ദൈവത്തിൻ്റെ അധികാരത്തിലേക്ക് നടത്തുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അധികാരത്തിൽ കീഴ്പ്പെട്ടിരിക്കുന്നവരാക്കി യേശുവിൻ്റെ അധികാരത്തിന് കീഴുള്ളവരിലേക്ക്, ആ ഒരു അനുഭവത്തിലേക്ക് അവരെ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. മറക്കരുത്. അപ്പം ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവനാണ്. ഇനി ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എല്ലാ നാവും യേശു ക്രിസ്തു, 10-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം, അപ്പോഴേ ഇത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. നോക്കിക്കേ,
ഈ ലോകത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ യേശുവിൻ്റെ മുമ്പിൽ നമ്മുടെ മുഴങ്കാൽ മടക്കാം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. യേശുവിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷരികമായിട്ട് മുഴങ്കാലിൽ നിൽക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ മുഴങ്കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ, മുഴങ്കാൽ മടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാനല്ല അധികാരി, നീയാണ് അധികാരി എന്ന് അംഗീകരിക്കുന്നതാണ്. അവൻ്റെ അധികാരം അംഗീകരിക്കുന്നതാണ്. അങ്ങനെ നാം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് യേശുവിൻ്റെ അധികാരം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ വായ കൊണ്ട് നമുക്ക് യേശുവാണ് നമ്മുടെ കർത്താവ്, യേശുവാണ് നമ്മുടെ അധികാരി എന്ന് നമുക്ക് വേണമെങ്കിൽ ഏറ്റുപറയാം. എന്നാൽ അഹങ്കാരത്തോടെ യേശുവിൻ്റെ അധികാരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റ് ഫേക്കായിട്ടുള്ള കപടമായിട്ടുള്ള അധികാരങ്ങളെ അനുസരിച്ച് നമുക്ക് ജീവിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. അത് സഭയ്ക്കകത്താണെങ്കിലും മതങ്ങൾക്കകത്താണെങ്കിലും എവിടെയാണെങ്കിലും ഇന്ന് നിങ്ങൾക്ക് അങ്ങനെയും ജീവിക്കാനായിട്ട് കഴിയും. പക്ഷേ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ അധികാരം അംഗീകരിച്ച വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും ഒരു ദിവസം എല്ലാവരും യേശുവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കും. സകലരും ഈ ലോകത്തിൻ്റെ ആരംഭം മുതൽ ജീവിച്ച വ്യക്തി മുതൽ അവസാനത്തെ വ്യക്തി വരെ എല്ലാവരും യേശുവിൻ്റെ മുമ്പിൽ നിൽക്കും. അന്ന് അവിടെ വച്ച് എല്ലാവരും യേശുവിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കും. എന്നിട്ട് പറയും, യു ആർ ദ ഓൺലി വൺ ലോഡ്, നീ മാത്രമാണ് കർത്താവ് എന്ന് അവിടെ വച്ച് നിങ്ങൾ പറഞ്ഞേ മതിയാകൂ. അതിനകത്ത് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾക്ക് കഴിയത്തില്ല. അങ്ങനെ പറഞ്ഞേ മതിയാകും. പക്ഷേ അവിടെ വച്ച് നിങ്ങൾ അങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവും ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ വച്ചത് പറഞ്ഞിട്ട് നിങ്ങൾ ആ ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് നിത്യമായിട്ട് വേർപെട്ടു പോകുന്ന അനുഭവത്തിലേക്ക്, നിത്യശിക്ഷാവിധിയിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും. ഈ ലോകത്തിൽ വെച്ച് നിങ്ങളത് അംഗീകരിക്കുകയും അത് പറയുകയും ചെയ്താൽ ആ യേശുവിനോട് ഒരുമിച്ച് നിങ്ങൾക്ക് നിത്യമായി വാഴുവാനായിട്ട് കഴിയും. ഇതിലേതാണ് വേണ്ടത്? ഇവിടെ വച്ച് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അന്ന് നിങ്ങൾ അംഗീകരിച്ചേ മതിയാകും. നമ്മളെല്ലാവരും അംഗീകരിച്ചേ മതിയാകും. അതാണ് പറഞ്ഞത്, എല്ലാ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ എല്ലാം മടങ്ങുകയും എല്ലാം നാവും, ഇൻക്ലൂഡിങ് യു ആൻഡ് മീ, താങ്കളും ഞാനും ഉൾപ്പെടെ എല്ലാവരുടെയും നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഏതാണ് നല്ലത്? ഇവിടെ വച്ചത് അംഗീകരിക്കുന്നതാണോ അതോ പിന്നെ അംഗീകരിക്കുന്നതാണോ? ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഇവിടെ വച്ച് അത് അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞാൽ അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമായിരിക്കും എന്നുള്ളത് മറക്കരുത്. ഫിലിപ്പി ലേഖനം തന്നെ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പൗലോസ് പറയുക, അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. എൻ്റെ 7-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. 8-ാം വാക്യം, അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഇപ്പോഴും ഞാൻ ഛേദമെന്നെണ്ണുന്നു. നോക്കിക്കേ, പൗലോസ് പറയുക, ക്രിസ്തു നിമിത്തം എൻ്റെ കർത്താവായ ക്രിസ്തു നിമിത്തം എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണി. എപ്പോൾ? പാസ്റ്റ് ടെൻസിൽ, മുമ്പ്. എന്നിട്ട് അന്ന് ഛേദമെന്ന് എണ്ണിയതൊക്കെ ഇന്ന് ഞാൻ തിരിച്ചെടുക്കുകയല്ല ചെയ്തത്, ഇപ്പോഴും ഞാൻ അതെല്ലാം ഛേദമെന്ന് എണ്ണുന്നു. എന്തുകൊണ്ട്?
എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം, ആ അറിവിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ മുൻപേ എണ്ണിയിട്ട് ഇന്നത് തിരിച്ചെടുക്കുകയല്ല ചെയ്തത്, ഇന്നും ഞാൻ അങ്ങനെ തന്നെ എണ്ണുന്നു. പലപ്പോഴും ദൈവമക്കളെ, പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, മുമ്പ് ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയ പലതും കാലത്തിൻ്റെ ഒഴുക്കിൽ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ നാം അതൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പൗലോസ് നമ്മുടെ മുമ്പിൽ പറയുകയാ, ഞാൻ അന്ന് മാത്രമല്ല ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം, നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഇപ്പോഴും ഞാൻ സകലവും ചപ്പന്നും ചവർന്നും ഛേദമെന്ന് എണ്ണുന്നു. നോക്കിക്കേ, ക്രിസ്തുവിനെ കുറിച്ചുള്ള, കർത്താവായ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഈ ലോകത്തിലെ സകലത്തെക്കാളും വിലയുള്ളതായിട്ട് ആ ക്രിസ്തുവിനെ എണ്ണാനായിട്ട്, കണക്കാക്കാനായിട്ട് നമ്മെ പ്രാപ്തരാക്കും. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവനാരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. ഈ യേശുവിൻ്റെ അധികാരത്തിന് കീഴ്പ്പെടാനായിട്ട് നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും അതിന് കഴിയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ ആർക്കും അതിന് കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ സഭയുടെ കൂട്ടായ്മകളിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവരായിരിക്കാം, വളരെ ആക്റ്റീവായിരിക്കാം. പാട്ടുപാടുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും അന്യഭാഷ പറയുന്നതിലും പ്രവചിക്കുന്നതിലും ഒക്കെ വളരെ ആക്റ്റീവായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെ നയിക്കുന്നത് മറ്റേതോ ആത്മാവാണ്. ഇറ്റ് ഈസ് എ ഫേക്ക് സ്പിരിറ്റ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് യേശുവിൻ്റെ കർത്തൃത്വത്തിലേക്ക് നമ്മെ നടത്തുകയായിരിക്കും ചെയ്യുന്നത്. യേശുവിൻ്റെ അധികാരം, അതിന് കീഴ്പ്പെടാൻ, അതങ്ങനെയാണെന്ന് ഏറ്റുപറയാൻ നമ്മെ പ്രാപ്തരാക്കുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ അപേക്ഷിക്കട്ടെ. ഇന്ന് നാം മറ്റേതെങ്കിലും അധികാരത്തിൻ്റെ പുറകെയാണ് പോകുന്നതെങ്കിൽ യേശുവിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ട, യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച മുൻപോട്ട് പോകുവാനായിട്ട് ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുന്ന് എല്ലാവർക്കും, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും എല്ലാവർക്കും കർത്താവാക്കി വച്ചിരിക്കുന്ന ആ യേശുവിനെ ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ഞങ്ങളുടെ കർത്താവായി, ഞങ്ങളെ നിയന്ത്രിക്കുന്നവനായി, ഞങ്ങളെ നയിക്കുന്നവനായി അംഗീകരിച്ച് തൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ട ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.